നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ബൂണ്ടസ്ലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ബയേൺ മ്യൂണിക്കിന് കഴിഞ്ഞിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഫ്രാങ്ക്ഫർട്ടിനെ അവർ പരാജയപ്പെടുത്തിയത്. 2 ഗോളുകളും നേടിയത് സൂപ്പർ താരം ഹാരി കെയ്ൻ ആണ്. ഒരു ഗോൾ പെനാൽറ്റിയിൽ നിന്നും മറ്റൊരു ഗോൾ ലെയ്മറിന്റെ അസിസ്റ്റിൽ നിന്നുമായിരുന്നു ഹാരി കെയ്ൻ സ്വന്തമാക്കിയിരുന്നത്. ഇനി അടുത്ത മത്സരം റയലിനെതിരെയാണ് ബയേൺ മ്യൂണിക്ക് കളിക്കുക. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യപാദ സെമി ഫൈനൽ പോരാട്ടം അരങ്ങേറുന്നത് വരുന്ന ചൊവ്വാഴ്ച രാത്രിയാണ്. ബയേണിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം അരങ്ങേറുക. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ബയേണിന്റെ 2 പ്രധാനപ്പെട്ട താരങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതിരോധ നിരയിലെ സൂപ്പർ താരമായ മത്യാസ് ഡിലൈറ്റ്, അതുപോലെ തന്നെ മറ്റൊരു താരമായ കോൺറാഡ് ലെയ്മർ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ ഈ താരങ്ങളൊക്കെ പരിക്കൊരൽപ്പം സീരിയസ് ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് റയലിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉറപ്പുകൾ ഒന്നുമില്ല. നമുക്കറിയാം ഒരുപാട് താരങ്ങൾ ഇപ്പോൾ പരിക്കിന്റെ ഭീഷണിയിലാണ് ബയേണിൽ ഉള്ളത്. ലിറോയ് സാനെ, സെർജി ഗ്നാബ്രി, കിങ്സ്ലി കോമാൻ, ഡയോട്ട് ഉപമക്കാനോ, സാഷ ബോയ് എന്നിവരൊക്കെ പരിക്കിന്റെ പിടിയിലാണ് ഉള്ളത്. ഇതിൽ പല താരങ്ങളും റയലിനെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്ത താരങ്ങളും ഈ ഒരു ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ സൂപ്പർ താരമായ ജമാൽ മുസിയാല കളിച്ചിരുന്നില്ല. അത് തോമസ് തുഷേൽ അദ്ദേഹത്തെ കളിപ്പിക്കാതിരുന്നതാണ്. അദ്ദേഹത്തിനും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഒരു മുൻകരുതൽ എന്ന രൂപത്തിലാണ് തോമസ് തുഷേൽ അദ്ദേഹത്തെ ഇപ്പോൾ കളിപ്പിക്കാതിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജമാൽ മുസിയാല അടുത്ത മത്സരത്തിൽ ഉണ്ടാകും എന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. ഏതായാലും ബയേണിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിക്കിന്റെ ഭീഷണി അത് അവർക്ക് വലിയ ഒരു വെല്ലുവിളി തന്നെയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേസമയം മറ്റൊരു ഭാഗത്ത് റയൽ മാഡ്രിഡ് ഏറെക്കുറെ പൂർണ്ണ സജ്ജരായിക്കൊണ്ടാണ് ഈ മത്സരത്തിന് വേണ്ടി വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.